മംഗല്യം തന്തുനാനെ. രചന നുസ്രത്ത് ബാനു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്നുള്ള അവന്റെ ചവിട്ടിൽ പുറകിലേക്ക് തെറിച്ചു അശോക്. അവന് നോക്കി കൂട്ടമായി ചിരിച്ചുകൊണ്ട് നിലത്തെ ചലനമറ്റ് കിടക്കുന്ന സരസ്വതിയുടെ കയ്യിലെ കത്തിയെടുത്ത് നിധിയെ ലക്ഷ്യമാക്കി അടുത്തേക്ക് ചെന്നു. ആ മോളാളെ തിരക്കി ഒരുപാട് അറിഞ്ഞിടന്ന് അവസാനം കണ്ടുപിടിച്ചപ്പോ ദേ കിടക്കുന്നു. എന്റെ ജാനകിയെ കൊന്ന് ഭാര്യയും ഭർത്താവും സുഖമായിട്ട് കഴിയാന്ന് കരുതിയോ? കൺകുളിർക്ക് കാണടോ, നിന്റെ കുഞ്ഞിനെ ഞാൻ കുത്തി പുറത്തെടുക്കുന്നത് കാണടാ. വേണ്ട പ്ലീസ് അശോക്, അശോക് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്നവരുടെ മുഖത്തേക്ക് വല്ലാത്തൊരു ഭാഗത്തോട് നോക്കിക്കൊണ്ട് കത്തി ഉയർത്താൻ ശ്രമിച്ചതും കണ്ണുകൾ തുറച്ച് ഞാൻ തിരിഞ്ഞു നോക്കി. മുഖവും ശരീരവും രക്തത്തിൽ പൊതിഞ്ഞ് സംഹാരൂപനായി നിൽക്കുന്ന അശോകിനെ കാണേ തന്റെ വയറിലൂടെ തുളഞ്ഞു കയറി അവന്റെ കയ്യിലെ ഇരുമ്പുദണ്ടിലേക്ക് നോക്കി. അശോക് അയാളിൽ നിന്ന് ആ ഇരുമ്പുദണ്ട് വലിച്ചൂരി അയാളെ തലയിലൂടെ തുളച്ച് കയറ്റി. നിമിഷ നേരം കൊണ്ട് ചലനമറ്റ് ജഗൻ നിലത്തേക്ക് വീണു. നിധി അശോക് അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ മുഖം തന്റെ കൈകളിൽ പൊതിഞ്ഞു പിടിച്ചു. അശോക്, എനിക്ക് പറ്റുന്നില്ല അശോക്. പാതി തുറന്ന മിഴികളോടെ പറയുന്നവളെ നോക്കി അശോക് വേഗം അവളുടെ കയ്യിലെയും കാലെയും കെട്ടുകളഴിച്ച് അശോക് അവളെ തന്റെ കൈകൾ കോരിയെടുത്ത് പുറത്തേക്ക് നടന്നു. മുകളിൽ നിന്നും താഴേക്ക് ഓരോ അടികൾ വെക്കുമ്പോഴും നെറ്റിയിൽ നിന്നും കിനിഞ്ഞിറങ്ങുന്ന രക്തം തന്റെ കാഴ്ചയെ മറക്കും പോലെ തോന്നി അവന്. കണ്ണിൽ ഇരുട്ട് കയറും പോലെ ഇടറുന്ന കാലടികളോടെ ഒരുവിധ അവളെയും പൊക്കിയെടുത്ത് സ്റ്റെയർ ഇറങ്ങി പുറത്തേക്ക് എത്തിയതും ഒരു തളർച്ചയോടെ അശോക് നിലത്തേക്ക് മുട്ടുകുത്തി. അപ്പോഴൊരു പോറൽ പോലും ഏൽക്കാതെ അവൾ തന്റെ കയ്യിൽ സുരക്ഷിതമായി പൊതിഞ്ഞു പിടിച്ചു അശോക്. കഠിനമായ എല്ലുകൾ പൊട്ടിപ്പോകുന്ന തന്റെ വേദനയിൽ അശോകിന്റെ മുഖത്തേക്ക് നോക്കി നീത്തി. അടഞ്ഞു പോകുന്ന മിഴികളെ തുറക്കാൻ പാടുപെടുന്നവനെ ഒരു നോവോടെ നോക്കിക്കൊണ്ട് തന്റെ വയറിൽ പൊതിഞ്ഞു പിടിച്ചു. അവന് നെറ്റിയിൽ നിന്ന് രക്തം കിരിയുന്ന കാണെ പതിയെ കൈ ഉയർത്തി അവന്റെ കവളിൽ പതിയെ ഒന്ന് തലോടി. അശോക് അവന്റെ പേര് പോലും വിളിച്ച് മുഴുവനാക്കാൻ പോലും കഴിയാത്ത വിധം അവൾ തളർന്നിരുന്നു. അടയുന്ന മിഴികളെ പാടുവിട്ട് തുറക്കാൻ ശ്രമിച്ച് എഴുന്നേൽക്കാൻ നോക്കിയതും അതിന് കഴിയാത്ത വിധം തലയിൽ എന്തോ ഭാരം വന്ന് കൂടും പോലെ തോന്നി അവന്. എന്തോർത്ത് പോക്കറ്റിൽ നിന്ന് ഫോൺ എടുക്കാൻ ഒരുങ്ങിയതും തങ്ങൾക്ക് മുമ്പിലായി ആരോ വന്നു നിൽക്കുന്ന പോലെ തോന്നിയ അശോക് പതിയെ മുന്നോട്ട് നോക്കി. തങ്ങൾ ഉറ്റുനോക്കിയുടെ സംശയത്തോടെ നോക്കുന്നവനെ കാണെ അശോകിന്റെ ഉള്ളെന്ന് പിടച്ചു. നിധി. അവന്റെ മിഴികൾ അവളിൽ മാത്രമായിരുന്നു. ഒരു നിമിഷത്തെ പകപ്പിന് ശേഷം അവൻ നിധിയെ വിളിച്ചുകൊണ്ട് അവളുടെ മുന്നിലേക്ക് ഓടിച്ചെന്നു. നിധി. അവളുടെ കവളിൽ തട്ടി വിളിച്ചതും പാതി ജീവനോടെ മിഴികൾ ഉയർത്തിയ നിധി കണ്ണുകളിൽ കാണുന്നവനെ കാണെ അശോകിന്റെ കൈകൾ പിടിമുറുക്കി. നിധി വിളിച്ചോണ്ട് മറ്റൊന്നും നോക്കാതെ അശോകിന്റെ കൈകളിൽ അവളെ കോരിയെടുത്ത് കാറിനടുത്തേക്ക് ഓടി. കാർത്തി. തന്റെ കൈകളിൽ നിന്ന് നിധി എടുത്തു പോകുന്നവനെ പുറകിൽ നിന്ന് വിളിച്ചുകൊണ്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ചു അശോക്. എന്നാൽ അപ്പോഴേക്കും കാറുകൾ ഇടറിക്കൊണ്ട് അശോക് നിലത്തേക്ക് വീണു. നിധിയെ കാറിലേക്ക് കയറ്റി ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറാൻ ഒരുങ്ങിയതും തനിക്ക് മുന്നിലേക്ക് കൈകൾ നീട്ടി നിധി വിളിച്ചെഴുന്നേൽക്കാൻ പാടുപെടുന്നവനെ കാണെ കാർത്തി അവനെ നോക്കി നിന്നു. ശേഷം അവന്റെ അടുത്തേക്ക് നടന്നു. അവന് മുന്നിൽ ചെന്ന് തന്നിലേക്ക് പാടുവിട്ട് നോക്കുന്നവനെ കാണെ അവന്റെ മുന്നിലേക്ക് കൈകൾ നീട്ടി കാർത്തി. അശോക് ഒന്ന് പകച്ചെങ്കിലും അശോക് വിളിക്കുന്നതോടൊപ്പം അവന്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വീണം തനിക്ക് മുന്നിലേക്ക് നീട്ടിയ കൈകൾ ഇറുകെ പിടിച്ചു അശോക്. അശോകിനെ ഒരു താങ്ങിനോണം ചേർത്ത് പിടിച്ച് കാറിലേക്ക് കയറ്റി അവരെയും കൊണ്ട് കാർത്തി തന്റെ കാറെടുത്ത് ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി ചീറിപ്പാഞ്ഞു. ഓപ്പറേഷൻ തിയേറ്ററിന് മുമ്പിലേക്ക് ഓടിക്കിതച്ചു വരുന്ന അരുണിനെയും ദേവനെയും ഋതികയും ജൂഹിയെയും കണ്ട് ചെറിയൊരു പുഞ്ചിരിയോടെ നോക്കി കാർത്തി. അരുൺ അവനെ തന്നെ ഉറ്റുനോക്കി. അവസാനമായി അവനെ കണ്ടതിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. അന്ന് കണ്ട ബദ്രീനാഥ് ആയിട്ടല്ല, ഇപ്പോഴും അവന്റെ പുഞ്ചിരി തീർത്തും തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കാർത്തിയാണ്. അരുൺ, കാർത്തി, നീ, ശിവ, അശോക്, എന്താ ഉണ്ടായത്? എന്താവുന്നു എനിക്കറിയില്ല അരുൺ. ചെയ്തു പോയ തെറ്റിന് നിധിയെ നേരിൽ കണ്ട് മാപ്പ് പറയണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുവേണ്ടിയാണ് ഞാൻ കൈലാസത്തിലേക്ക് പോയത്. പക്ഷെ അവിടെ കണ്ടത് പറഞ്ഞുകൊണ്ട് അശോകിനെയും നിധിയെയും മുന്നിൽ കണ്ട രംഗങ്ങൾ അവർക്ക് മുമ്പിൽ തുറന്നു പറഞ്ഞു കാർത്തി. ഇവിടെത്തി നിധിയെ അവർ ലേബർ റൂമിൽ കയറ്റി. ഇപ്പൊ പെട്ടെന്ന് എന്തോ ക്രിട്ടിക്കൽ സ്റ്റേജ് ആണെന്ന് പറഞ്ഞ് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയിട്ടുണ്ട്. അതാ ഞാൻ നിന്നെ വിളിച്ചത്. അപ്പൊ അശോക്, നെറ്റിയിലെ മുറിവൽപ്പം ആഴത്തില്ല. ബ്ലഡ് ഒരുപാട് പോയതുകൊണ്ട് ബ്ലഡ് കയറ്റേണ്ടി വന്നു. ഇപ്പൊ ഒന്ന് ട്രിപ്പ് ഇട്ടിട്ട് കാഷ്വാലിറ്റിയിലുണ്ട്. അരുൺ കാർത്തി ഒന്ന് ഇറുകിയപ്പോഴൊന്ന് വേഗം അശോകിന്റെ അടുത്തേക്ക് ചെന്നു. അപ്പോഴേക്കും ദേവൻ സത്യനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ക്ഷേത്രത്തിൽ നിന്ന് പൂജയും കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയതായിരുന്നു എല്ലാവരും. ഈ സമയമാണ് സത്യന്റെ ഫോണിലേക്ക് ദേവന്റെ കോള് വന്ന്. വിവരം കേട്ടതും എല്ലാവരും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. കാഷ്വാലിറ്റിയിലെത്തി ബെഡിൽ മയങ്ങി കിടക്കുന്നവനെ കാണെ അവന്റെ അടുത്തേക്ക് ചെന്ന് അരുൺ. നെറ്റിയിൽ മുറി സ്റ്റിച്ച് ചെയ്ത് കെട്ടിയിട്ടുണ്ട്. അരുൺ ചെന്ന് പതിയെ അവന്റെ കൈകൾ പിടിച്ചു. അശോക്. പതിയെ മിഴികൾ തുറക്കാൻ പാടുപെടുന്നവനെ ഒന്ന് നോക്കിയവൻ മിഴികൾ പതിയെ അടച്ചു തുറന്ന് അശോക് ചുറ്റുമൊന്ന് നോക്കി. മുന്നിൽ അരുണിനെ കണ്ടതും അവനെ നോക്കി മിഴികൾ അടച്ചതും കഴിഞ്ഞുപോയ ഓരോന്നും മനസ്സിൽ മിന്നിമാഞ്ഞതും ബെഡിൽ നിന്ന് ചാടി കുടഞ്ഞെണീറ്റു. അശോക്, എന്തീ കാണിക്കുന്നത്? ദേ, ഇത് കഴിഞ്ഞില്ല. നിധി എന്നവന്റെ വാക്കുകൾക്കൊന്നും വകവെക്കാതെ കയ്യിലെ ക്യാനിൽ ഊരിയെറിഞ്ഞ് അശോക് പുറത്തേക്ക് ചെന്നു. അശോക്. പുറകിൽ അവനെയും വിളിച്ചുകൊണ്ട് അരുൺ അവന്റെ പുറകെ ഓടി. ലേബർ റൂമിനടുത്തെത്തിയതും അതിന് തൊട്ടടുത്തുള്ള ഓപ്പറേഷൻ തിയേറ്റർ മുമ്പിൽ നിൽക്കുന്നവരെ കാണി അശോക് അങ്ങോട്ട് ഓടിച്ചെന്നു.
കാർത്തി, നിധി, അവള് അശോക് നിധിക്ക് ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല, നോർമൽ ഡെലിവറിക്ക് ചാൻസ് ഇല്ലെന്ന് പറഞ്ഞു, അതാ ഓപ്പറേഷൻ. കാർത്തി പറഞ്ഞു മുഴുമിക്ക് മുമ്പേ ഓപ്പറേഷൻ തിയേറ്റർ ഡോറിൽ നിന്ന് നേഴ്സ് പുറത്തേക്ക് വന്നു. നിധി അശോക്, നേഴ്സ് വിളിക്കുന്ന കേട്ടതും അശോകയുടെ മുന്നിലേക്ക് ചെന്നു. ഡെലിവറി കഴിഞ്ഞു, ആൺകുട്ടിയാ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞതും മറ്റൊരു നേഴ്സ് വെള്ള ടർക്കിൽ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് വരുന്ന കാണെ അശോകിന് തന്റെ ഹൃദയം വല്ലാതെ തുടികൊട്ടി. വെള്ള ടർക്കിൽ പൊതിഞ്ഞ കുഞ്ഞിനെ കയ്യിലെടുത്ത് നേഴ്സ് അടുത്തേക്ക് വന്ന് നിൽക്കുമ്പോൾ അവന്റെ ശ്വാസം പോലും പിടഞ്ഞുപോയി. ഒരു പിടപ്പോടെ കുഞ്ഞിനെ തന്റെ കയ്യിലേക്ക് വാങ്ങിയതും അറിയാതെ അവന്റെ കൈകളൊന്ന് വിറച്ചുപോയി. അവന്റെ കണ്ണുകൾ മുഴുവൻ ആ കുഞ്ഞിലായിരുന്നു. ചെറിയ മുഖം, അടഞ്ഞ കണ്ണുകൾ, ചെറുതായി ചുരുണ്ട വിരലുകൾ, അവന്റെ മിഴികൾ നിറഞ്ഞു തൂവി. നിധി മുന്നോട്ട് നോക്കിക്കൊണ്ട് മുന്നിൽ നിൽക്കുന്ന നേഴ്സിനോടായി ശബ്ദമൊന്ന് ഇടറിക്കൊണ്ട് ചോദിച്ചു അശോക്. കുഴപ്പമൊന്നുമില്ല, മയക്കത്തില്ല, ഒരു 8 മണിക്കൂർ കഴിഞ്ഞാൽ റൂമിലേക്ക് മാറ്റും. എനിക്കൊന്ന് കാണണം സർ. അത് ഈ ടൈമിൽ ICUലേക്ക് ആരും അലൗഡല്ല. ഐ വാണ്ട് ടു സീ. ഒരു നിമിഷം വലിഞ്ഞു മുറുകി അവന്റെ ശബ്ദം കേൾക്കെ നേഴ്സ് ഒന്ന് പേടിയോടെ 2 അടി പുറകിലേക്ക് വെച്ചു. അപ്പോഴേക്ക് ഇറങ്ങി വരുന്ന ഡോക്ടറെ കണ്ട് ആർക്കുമ്പിലേക്ക് ചെന്നു അശോക്. എനിക്കെന്റെ നിധിയെ കാണണം. മിസ്റ്റർ അശോക്, മിസ്സിന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്, ഒരു 8 മണിക്കൂർ കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റും. ഐ വാണ്ട് ടു സീ. പല്ലുകൾ കടിച്ചമർത്തി പറയുന്നവനെ കാണി ഡോക്ടർ അവനെ നോക്കി. ആ ഓക്കെ, ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കയറിക്കോളൂ. അശോകിന് നോക്കി പറഞ്ഞുകൊണ്ട് നേഴ്സിനെ പറഞ്ഞേൽപ്പിച്ച് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി. നേഴ്സ് അശോകിന്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ തിരികെ വാങ്ങി NICUവിലേക്ക് കൊണ്ടുപോയി. ശേഷം നേഴ്സ് നൽകിയ ഡ്രസ്സ് ധരിച്ച് അശോക് ICUവിനകത്തേക്ക് കയറി. വാടിത്തളർന്ന് കിടക്കുന്നവളൊരു നോവോടെ നോയിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു അശോക്. നിധി വിളിച്ചുകൊണ്ട് അവളുടെ കൈകളിൽ പൊതിഞ്ഞു പിടിച്ചു. നിധി. നിറഞ്ഞൊഴുകുന്ന അവന്റെ മിഴിനീർക്കണങ്ങൾ അവളുടെ കൈകളിൽ പതിഞ്ഞതും നിധി പതിയെ ശ്രമപ്പെട്ടത് പാതി മിഴികൾ തുറന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി. അശോക് പതിഞ്ഞ സ്വരത്തിൽ വിളിക്കുന്നവളെ കാണെ അവളുടെ നെറ്റിത്തടത്തിൽ തന്റെ അധരങ്ങൾ ചേർത്ത് വെച്ചു. അവളുടെ തലയിലൂടെ ഒന്ന് തലോടിക്കൊണ്ട് അല്പനേരം അവളെ ചേർത്ത് പിടിച്ചു. ഈ നേരം അത്രയും അനുഭവിച്ച വേദനയെല്ലാം മാഞ്ഞു പോവാൻ അവന്റെ ആ ചേർത്ത് പിടിക്കൽ മാത്രം മതിയായിരുന്നു അവൾക്ക്. ICUവിൽ നിന്ന് അശോക് പുറത്തേക്ക് ഇറങ്ങിയത് കണ്ടു. ഓടി വരുന്ന ദുർഗയെയും സത്യനെയും കൈലാസത്തിലുള്ളവരെയും. അമ്മയ്ക്കും കുഞ്ഞിനും ഒരു കുഴപ്പമില്ലെന്ന് കേട്ടപ്പോഴാണ് എല്ലാവർക്കും ഒന്ന് ആശ്വാസമായത്. പ്രാർത്ഥനയോടെ എല്ലാവരും കാത്തിരിക്കാൻ തുടങ്ങി. അശോക് മുന്നോട്ട് നോക്കി. കുറച്ചകലെ തൂണിൽ ചാരി പുറംതിരിഞ്ഞു നിൽക്കുന്ന തന്റെ പപ്പയെ കാണെ അയാളുടെ അടുത്തേക്ക് നടന്നു അശോക്. അരുണും കാർത്തിയും ദേവനും അവന് പിറകെ ചെന്നു. പപ്പ. അശോകിന്റെ വിളിയിൽ ഒരിടറിലോടെ തിരിഞ്ഞു നോക്കി അയാൾ. ചുവന്നു കറങ്ങിയ അയാളുടെ മിഴികൾ കാണെ അശോക് തന്റെ പപ്പയെ ഇറുകെ പുണർന്നു. നിനക്കെന്നോട് ദേഷ്യമുണ്ട് അശോക്, അറിയാതെയാണെങ്കിലും ഇന്നെന്റെ മക്കള് വേദനിക്കേണ്ടി വന്നത് ഞാൻ കാരണ. നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെ നഷ്ടമായത് പകരം നല്ലതെന്ന് ഞാൻ കരുതി നിങ്ങൾ ഈ കാലത്തെയും വിശ്വസിച്ചത് ഒരു കൊടും വിഷമായിരുന്നല്ലോ. ഇല്ല പപ്പ, എന്റെ പപ്പ എനിക്ക് ഇപ്പോഴും പൂർണ്ണ വിശ്വാസം തന്നെയാ. അവന്റെ വാക്കുകൾക്ക് മുമ്പിൽ ഒരു വിതുമ്പലോടെ അയാൾ അവന്റെ കൈകൾ ഇറുകെ പിടിച്ചു. ജാനകി, ജാനകി ശിവകാമി. അയാൾ മുറുകിയ മുഖത്തോടെ പറഞ്ഞു നിർത്തിയതും കൈലാസത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ മുതലുള്ള ഓരോ കാര്യങ്ങളും ഓർത്തെടുത്തു അശോക്. അരുണിനെ പോലും കൂടെ കൂട്ടാതെ ഇറങ്ങിപ്പോന്ന് കൈലാസിലെ രാജവർമ്മയെ കൊല്ലാൻ വേണ്ടിയാണ്. എന്നാൽ പോകും വഴിയാണ് വീടിന്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് അവിടെ ഗേറ്റ് മുമ്പുള്ള CCTV ദൃശ്യങ്ങൾ തന്റെ ഫോണിലേക്ക് അവർ അയച്ചത്. കൈലാസിലെ CCTV അന്നെല്ലാം ഒരുപോലെ കിട്ടുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിധി പുറത്തേക്ക് പോയത് എപ്പോഴാണെന്ന് അറിയാൻ വേണ്ടി അവരോട് ചോദിച്ചതായിരുന്നു. അശോക് കാർ നിർത്തി അത് ഓരോന്ന് നോക്കി തുടങ്ങി. രേണുകാന്റിയുടെ കൂടെ മമ്മ കാറിൽ പോയതും അത് കഴിഞ്ഞൊരു 10 മിനിറ്റിനുള്ളിൽ നിധി ടാക്സി വിളിച്ച് പുറത്തേക്ക് പോകുന്നതും കാണാം. അതേ കാറിൽ തന്നെ 1 മണിക്കൂറിന് ശേഷം അവൾ തിരികെ കൈലാസിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. കൈലാസത്തിന്റെ ഗേറ്റ് കടന്ന് വീട്ടിലേക്ക് കയറി നിധി പിന്നെ ആ പടികൾ ഇറങ്ങി എങ്ങോട്ടും പോയിട്ടില്ല. എന്നാൽ തന്നെ ആകെ പിടിച്ചുവെച്ച മറ്റൊന്നാണ്, അവൾ വരുന്നതിന് 10 മിനിറ്റ് മുമ്പ് രേണുകാന്റിയുടെ കൂടെ പോയ മമ്മ തിരികെ കൈലാസത്തിലേക്ക് ഒറ്റയ്ക്ക് വന്ന് കയറുന്നുമുണ്ട്. അങ്ങനെയെങ്കിൽ വന്നപ്പോൾ നിധിയെ കണ്ടില്ലെന്ന് ഇന്നലെ എന്തിനും മമ്മ കള്ളം പറഞ്ഞു. ആ ഒരൊറ്റ ചിന്തയാണ് പപ്പയോട് കാര്യങ്ങൾ നേരിട്ട് ചോദിക്കാനുള്ള ഒരു മനസ്സ് തോന്നിയത്. പപ്പയെ വിളിച്ചപ്പോൾ കൂട്ടുകാരൻ്റെ അടുത്തുണ്ടെന്ന് അറിഞ്ഞത് അവിടേക്ക് ചെന്നു. അവിടെ എത്തിയതും പുറത്തേക്ക് തിരക്കി പിടിച്ചു പോകുന്ന ജഗനെ കാണെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങിയതും അപ്പോഴേക്കും അയാൾ കാർ എടുത്തുകൊണ്ട് പോയിരുന്നു. പിന്നീട് പപ്പയെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആദ്യം അതിനെ കാര്യമാക്കാതെ തന്റെ തോന്നലാവാന്ന് പറഞ്ഞു പോവാൻ നിന്നും എന്തോ ഓർത്തൊരു നിമിഷം തന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. ജാനകി. ഇന്നേവരെ കേൾക്കാത്തൊരു പേര് പെട്ടെന്ന് കേട്ടതും അശോക് അയാളെ സംശയത്തോടെ നോക്കി നിന്നു. പിന്നീട് പറഞ്ഞു കേട്ട ഓരോ കാര്യങ്ങളും ഒരു നിമിഷം ശ്വാസം പോലും നിലച്ചു പോകുന്ന പോലെയായിരുന്നു തനിക്ക്. ആ നിമിഷം തന്റെ മനസ്സിൽ മുട്ടിട്ട ചെറിയ സംശയം പപ്പയോട് പറയുമ്പോൾ അങ്ങനെ തെറ്റവൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവളെ ഇന്നത്തോടെ തീർക്കുന്നു പറഞ്ഞ പപ്പ നേരെ പുറപ്പെട്ട് അവരെ തേടി ക്ഷേത്രത്തിലേക്കാണ്. എന്നാൽ എനിക്ക് ഉറപ്പായിരുന്നു അവർ ക്ഷേത്രത്തിലുണ്ടാവില്ല. ഒന്നു മാത്രം അറിയാം, നിധി കൈലാസത്തിൽ തന്നെയുണ്ട്. ആരുമില്ലാത്ത സമയം അവളെ തേടി അവർ വരും. ഞാൻ കരുതിയ പോലെ എന്റെ ഊഹം പിഴച്ചില്ല. കൈലാസിന്റെ ഗേറ്റ് മുമ്പിൽ എത്തിയപ്പോഴേ കണ്ടു അകത്തേക്ക് ധൃതി പിടിച്ച് ഓടിക്കയറുന്ന ജാനകിയെ. അവരെ പിന്തുടർന്നെത്തി പെട്ടെന്ന് ഇന്നേവരെ താൻ പോലും അറിയാത്തൊരു ലോകത്താണ് കൈലാസത്തിൽ അങ്ങനെ ഒരിടം. പിന്നീട് അങ്ങോട്ട് നടന്നും കേട്ടുമായ കാര്യങ്ങളെല്ലാം അശോകർക്ക് മുമ്പിൽ തുറന്നു പറഞ്ഞതും ഒരു പൊട്ടിക്കരച്ചിലോടെ രാജവർമ്മ നിലത്തേക്ക് ഊർന്നിരുന്നു. അശോക് അയാളെ നോക്കി. ഇത് തീർത്തും തന്റെ മമ്മയോർത്താണെന്ന് അവനും അറിയാമായിരുന്നു.
പലപ്പോഴും കണ്ടിട്ടുണ്ട് അച്ഛന്റെ മുറിൽ തൂക്കിയിട്ട ഫോട്ടോ. അശോക് തന്റെ മിഴികളടച്ച ആ രൂപത്തെ ഒന്ന് ഓർത്തെടുത്തതും അവന്റെ മിഴികളിൽ നിന്ന് 2 തുള്ളി അടർന്നു വീണിരുന്നു. പപ്പാ, എല്ലാം എൻ്റെ തെറ്റാ. ഏറ്റവും വലിയ പാപി ഞാൻ തന്നെയാ. യുഎസിലേക്ക് തിരികെ പോകുമ്പോൾ അവളുടെ സുരക്ഷ കൂടെ ഞാൻ നോക്കണമായിരുന്നു. കേവലം ഒരു കൂട്ടുകാരിയുടെ സ്നേഹപ്രകടനത്തിന് മുമ്പിൽ ഞങ്ങൾ അവളെ വിശ്വസിച്ചു. ഇന്ന് എൻ്റെ സരസ്വതി എൻ്റെ മോനെ കൈവിട്ട് പോയില്ല. നിനക്ക് നിന്റെ അമ്മയും നിന്റെ സരസിനെയും നഷ്ടമായില്ലേ? തകർന്നടിഞ്ഞ് പറയും തന്റെ പപ്പയെ അശോക് തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് ഒരു കൈ പിടിച്ചു. ഇല്ല പപ്പ, മമ്മയെ ഞങ്ങൾക്ക് നഷ്ടമായിരുന്നിരിക്കാം. എന്നാൽ എൻ്റെ സരസ്, അവൻ തിരികെ വരും. അവൻ്റെ ഈ ജാനെ തേടി അശോക് സ്വയം മനസ്സിൽ ഉറപ്പോടെ പറഞ്ഞുകൊണ്ടിരുന്നു. അശോക് തന്റെ തൊട്ടടുത്തായി നിൽക്കുന്ന കാർത്തിയെ നോക്കി. ഒരിക്കലടങ്ങാത്ത ദേഷ്യം തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് തന്നെ നിധിയെയും കുഞ്ഞിനെ ഒരു പോറലില്ലാതെ ഇവിടെ എത്തിക്കാൻ ഇവനും കാരണമാണ്. അശോക്, ഞാൻ ചെയ്തൊക്കെ ക്ഷമിക്കാൻ കഴിയാത്ത തെറ്റാണെന്നറിയാം. എൻ്റെ അറിവില്ലായ്മ കൊണ്ടാ. അവൾ പറഞ്ഞ പോലെ ഒരിക്കലും തിരിഞ്ഞു നോക്കാത്ത കുടുംബത്തിനു മുമ്പിൽ ഞാൻ അവളെ സ്വന്താക്കാൻ ആഗ്രഹിച്ച തെറ്റാ. എല്ലാത്തിനും മാപ്പ് പറയാൻ വേണ്ടിയാ ഞാൻ അങ്ങോട്ട് വന്ന്. ചെയ്തു പോയതിനൊക്കെ എന്നോട് ക്ഷമിക്കണം. കൈകൾ കൂപ്പി തനിക്ക് മുമ്പിൽ മാപ്പ് പറയുന്നവനെ കാണെ തന്റെ മിഴികളൊന്ന് ഇറുക്കി അടച്ചു തുറന്ന് അവനെ വാരിപ്പുണർന്നു അശോക്. താങ്ക് യു കാർത്തി. കണ്ടിന്ന് അരുണിനും ജോയിക്കും രീതിക്കും വല്ലാത്ത സന്തോഷം തോന്നി. തങ്ങൾക്ക് തങ്ങളുടെ ആ പഴയ കാർത്തി അതുപോലെ തിരികെ കിട്ടിയ സന്തോഷം. സമയം കടന്നു പോകും തോറും നടന്നെല്ലാം മുത്തശ്ശിക്കും ബാക്കിയുള്ളവർക്കും മുമ്പിൽ തുറന്നു പറഞ്ഞ അശോക് രാജവർമ്മയും ഇപ്പോഴും ആർക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത്രമേലായിരുന്നു എല്ലാവർക്കും മുന്നിൽ സരസ്വതിയായി ജാനകി തിമിർത്താടിയിരുന്നത്. ഒരു തളർച്ചയോടെ ദൂരേക്ക് മിഴികൾ നട്ടിരിക്കുന്ന മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്ന് രാജവർമ്മയും അശോകും. അമ്മേ, ഗ്രാൻമ. ഇരുവരുടെയും വിളികേട്ടതും ദൃഷ്ടി മാറ്റാ ദൂരേക്ക് നോക്കി നിന്നു. അമ്മേ. ആ പറ മോനെ, ഞാൻ കേൾക്കുന്നുണ്ട്. അമ്മേ, കഴിഞ്ഞു ഒന്നും തിരിച്ചെടുക്കാൻ കഴിയില്ല അമ്മേ. ശരിയാ, കഴിഞ്ഞ ഒന്നും തിരിച്ചെടുക്കാൻ കഴിയില്ല. എന്നാലും വിശ്വസിക്കാൻ പറ്റുന്നില്ല മോനെ. അങ്ങനെ ആയിരുന്നില്ലേ അവള്? മരുമകളായിട്ടല്ല, മകളെപ്പോലെയാ ഞാൻ കണ്ടിട്ടുള്ളൂ. എൻ്റെ സരസ്, അവൻ്റെ ചിരിയും കളിയൊന്നും മാഞ്ഞു പോയിട്ടില്ല. ഇപ്പോഴും മനസ്സിൽ എല്ലാത്തിനും കാരണം അവളായിരുന്നു. എൻ്റെ കുഞ്ഞിനൊരു ഭ്രാന്തനാക്കി മാസങ്ങളോളായി ഇരുട്ടുമുറിയിൽ. എല്ലാം ഓർത്ത് പറയുന്നതോടൊപ്പം അരുന്ധതിയുടെ മിഴികൾ നിറഞ്ഞു തൂവി. ഈശ്വരനായിട്ടാ നിധി മോളവൻ്റെ ജീവിതത്തിലേക്ക് എത്തിച്ച്. അതുകൊണ്ടല്ലേ എല്ലാം കലങ്ങി തെളിയാൻ ഇടയായത്. ആ ഈശ്വരൻ തന്നെയാ അവളെയും കുഞ്ഞിനെയും തുണയായതും. മുത്തശ്ശേരി ഇടറിലോട് അശോകിന്റെ മുഖത്തേക്ക് നോക്കി. നീ അവളെ കൊന്നു അല്ലേ? നിന്റെ കൈകൾ തന്നെ അതിന് അർഹതപ്പെട്ടത്. നിന്റെ അമ്മയെ കൊന്നവളാ. നിന്റെ ജീവിതം പാതിയിൽ ഇരുട്ടിലാക്കിയവളാ. നിന്റെ കൂടപ്പിറപ്പിനെ കൊന്നു തള്ളിയവള്. നിന്റെ ഭാര്യയും കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയവള്. നിനക്ക് തന്നെ അവളെ കൊല്ലാനുള്ള അർഹത. പക്ഷേ ഇതിന്റെ പേരിൽ നിനക്ക് വല്ല പ്രശ്നവും വരുവടാ മോനെ. അമ്മ അതോർത്ത് വിഷമിക്കണ്ട. അങ്ങനെ ഒരു പ്രശ്നം അശോകിന് വരില്ല. അവള് തന്നെയല്ലേ ഇവനൊരു ഭ്രാന്തനാക്കി മാറ്റാൻ ശ്രമിച്ച്. അതുകൊണ്ട് ഇവൻ ചെയ്തതിനൊക്കെ നിയമത്തിന് മുമ്പിൽ പുഷ്പം പോലെ തിരുത്താവുന്നേ ഉള്ളൂ അമ്മേ. സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു. വീട്ടിൽ നിന്ന് ബോഡിയെല്ലാം മാറ്റിയിട്ടുണ്ട്. അശോക് അവർക്ക് മുമ്പിൽ ഹാജരാവണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നിധിയെ റൂമിലേക്ക് മാറ്റട്ടെ. അവളെയും കുഞ്ഞിനെയും കണ്ട ശേഷം പോവാന്ന് കരുതി. അവൻ്റെ ട്രീറ്റ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് എല്ലാം കോടതിയിൽ ഹാജരാക്കണം. രാജവർമ്മ പറയുമ്പോൾ ഒരു നോവോടെ അശോകിന്റെ മുഖത്തേക്ക് നോക്കി അവനെ നെഞ്ചിലേക്ക് ചാഞ്ഞു വിതുമ്പി മുത്തശ്ശി. ഗ്രാൻഡ്മ, ഡോൺ ക്രൈ ഗ്രാൻഡ്മ. ഒരു 2 ദിവസം അതുവഴി ഞാൻ തിരികെ വരും. അതുവരെ ഞാൻ എൻ്റെ നിധിയെയും കുഞ്ഞിനെയും ഗ്രാൻഡ്മയുടെ കയ്യിലേൽപ്പിക്കുക. പറഞ്ഞുകൊണ്ട് അവരുടെ കൈകളിൽ ചേർത്ത് പിടിച്ചു അശോക്. എന്നാലും എൻ്റെ മോളെ, സരസ്വതിക്ക് ഇങ്ങനൊരു മുഖണ്ടായിരുന്നു ചിന്തിച്ചിട്ട് ഉൾക്കൊള്ളാൻ പോലും പറ്റുന്നില്ല. ഓ, തിമിർത്ത് ആടുകയായിരുന്നില്ലേ നീ? ഞാൻ കാണിക്കുന്ന അഭിനയം ഒന്നും ആയിരുന്നില്ല ഇതുവരെ. ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് കാര്യങ്ങളെല്ലാം സൗഗന്ധിയോട് പറയുകയായിരുന്നു മാലിനി. താൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും മറ്റേതോ ലോകത്തെന്ന പോലെ നിൽക്കുന്ന സൗഗന്ധിയെ കണ്ട് മാലിനി സംശയത്തോട് അവളുടെ തോളിൽ പിടിച്ചു. നീ എന്താണ് ഇത്രയ്ക്ക് ചിന്തിച്ചു കൂട്ടുന്നേ? ആ എന്താമ്മേ? ഒരു വിളറലോടെ ചോദിച്ചു സൗഗന്ധി. അല്ല, നിനക്കിതെന്താ പറ്റിയത്? രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുക. അതുമല്ല, നീ ക്ഷേത്രത്തിൽ നിന്ന് പൂജ കഴിഞ്ഞ പാടെ ഞങ്ങളുടെ കൂടെ വരാതെ എങ്ങോട്ടാ പോയത് സൗഗന്ധി? അതമ്മേ, ഞാൻ ടൗൺ വരെ പോയതാ. എനിക്കൊരു സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു. എന്ത് സാധനം? ഞാൻ വാങ്ങിക്കുന്നതൊക്കെ ഇപ്പം അമ്മയോട് പറയണമെന്നുണ്ടോ? കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവൾ എണീറ്റ് അവളുടെ മുറിയിലേക്ക് പോയി. ഇത് നല്ല കോലം, എന്നോട് ചാടിക്കാറാ ഇപ്പം ഞാനെന്ത് പറഞ്ഞു? സ്വയം പറഞ്ഞുകൊണ്ട് അവൾ പോകുന്ന സംശയത്തോടെ നോക്കി നിന്നു മാലിനി. മുറിയിലേക്ക് കയറി ഡോറടച്ച് ലോക്ക് ചെയ്ത് ബെഡിൽ ചെന്നിരുന്നു. 2 ദിവസമായി മനസ്സിൽ മുട്ടിയിട്ട ചെറിയൊരു സംശയം. അത് തീർക്കാൻ വേണ്ടിയാണ് ക്ഷേത്രത്തിൽ നിന്ന് ധൃതി പിടിച്ച് പോയത്. പില്ലോക്കടിയിൽ അല്പം മുമ്പ് ടെസ്റ്റ് ചെയ്ത് വെച്ച പ്രഗ്നൻസി ടെസ്റ്റ് എടുത്ത് ഒന്നുകൂടെ നോക്കിയവൾ. അതിൽ തെളിഞ്ഞു കാണുന്ന 2 ചുവന്ന വരകൾ വീണ്ടും മനസ്സിനെ പിടിച്ച് കുലുക്കും പോലെ. ആരോടൊന്നും പറഞ്ഞിട്ടില്ല, പറയാൻ കഴിയുന്നില്ല. ഇതും കൂടെ അറിഞ്ഞാൽ മുത്തശ്ശി പിന്നെ ഒരിക്കലും തന്നെ ഈ തറവാട്ടിലേക്ക് എല്ലാം ഉപേക്ഷിച്ച് വരാൻ സമ്മതിക്കില്ല. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. മനസ്സിൽ ഓരോ തീരുമാനിച്ച് കയ്യിലെ പ്രഗ്നൻസി ടെസ്റ്റ് എടുത്ത് വേസ്റ്റ് ബാസ്കറ്റിൽ കൊണ്ടിട്ടു.
മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിന് ശേഷം നിധിയെ ICUവിൽ നിന്ന് റൂമിലേക്ക് മാറ്റി. നിധിയെയും കുഞ്ഞിനെയും കണ്ട ശേഷം ഉടനെ വരാമെന്ന് പറഞ്ഞ അശോക് പപ്പയുടെ കൂടെ സ്റ്റേഷനിലേക്ക് പോയി. അവൻ പോകുന്ന ഒരു നോവോട് നോക്കുന്നവളെ തങ്ങളാൽ കഴിയും വിധം ദുർഗയും സത്യനും അരുന്ധതിയെല്ലാം ആശ്വസിപ്പിച്ചു. കൂട്ടുകാരും എല്ലാവരും കുഞ്ഞിനെ കാണുന്ന തിരക്കിലാണ്. തങ്ങളുടെ ശിവയുടെ കുഞ്ഞ് പതിയെ കണ്ണു തുറന്നു നോക്കിയും അടച്ചും കിടക്കുന്നവനെ അത്രമേൽ ഇഷ്ടത്തോടെ നോക്കിയ എല്ലാവരും. അമ്മായി എന്നതിനപ്പുറം ഒരമ്മയെ പോലെ അവളെ ചേർത്ത് പിടിച്ച് ദുർഗ എപ്പോഴും കൂടെ ഉണ്ടാവും. വിവരങ്ങൾ അറിഞ്ഞപാടെ ദേവന്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ശരണിയും ശങ്കരനും എത്തിയിരുന്നു. 4 കണ്ണോട് അവളെയും കുഞ്ഞിനെയും എല്ലാവരും ചേർന്നൊരു ബുദ്ധിമുട്ട് അറിയിക്കാതെ കൂടെ ഉണ്ടായിരുന്നു. ദിവസങ്ങൾ ഓരോന്നും കടന്നു പോകാൻ തുടങ്ങി. ഹോസ്പിറ്റലും അശോകിന്റെ കേസും എല്ലാമായി ഒരാഴ്ച കടന്നുപോയി. മെന്റൽ ചികിത്സാ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെല്ലാം കോടതിയിൽ ഹാജരാക്കിക്കൊണ്ട് തന്നെ 2 ദിവസത്തിൽ കൂടുതൽ അശോകിന് പോലീസ് കസ്റ്റഡിയിൽ നിൽക്കേണ്ടി വന്നില്ല. സ്റ്റേഷനിൽ നിന്നിറങ്ങിയ പാടെ അശോക് നിധിയുടെയും കുഞ്ഞിന്റെയും അടുത്തേക്ക് എത്തിയിരുന്നു. വിവരങ്ങളെല്ലാവരും നീലുവിനെ വിളിച്ച് പറഞ്ഞിരുന്നു. തങ്ങൾ കരുതിയതല്ലെന്ന തിരിച്ചറിവിൽ ഈ ദിവസങ്ങൾ അത്രയും രാജവർമ്മയെ സംശയിച്ചോർത്ത് ആൾക്കും ചെറിയ വിഷമമില്ലാന്ന് തോന്നിയിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.